ഹായ് ഗൈസ്. ഇന്ന് ഞാൻ ഒരു ജോബ് ഇൻ്റർവ്യൂക്ക് പോവുകയാണ്. പാക്കിംഗ് ജോബ് എന്താണെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ് 6 മിനിറ്റിലെത്തും. കഴിക്കാൻ ഞാനൊരു പഴമാണ് എടുക്കുന്നത്. ബിക്കോസ് കഴിച്ചു ഒത്തിരിക്കാനുള്ള ടൈമില്ല. 10:06 വണ്ടി ഉണ്ട്. 10 മണി ആയിട്ടുള്ളത്. ഇനി ബസ് കയറിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ ഓടത്തെ. ബസ്സിൽ ശരിക്കും ഞാൻ ഓടിയാ കയറിയ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ബസ്സിൻ്റെ ഉള്ളിലിരുന്ന് പഴം കഴിച്ചു. പിന്നെ തൊലി എവിടെ ഇടണം എന്നായി. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴേക്ക് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. എനിക്കാണെങ്കിൽ ഇപ്പോഴുള്ള ബാങ്ക് അല്ലാതെ ഒരു ബാങ്ക് കൂടി എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയ സ്ഥലത്തുള്ള ബാങ്കിൽ പോയി. അക്കൗണ്ട് എടുത്തില്ല, ബട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി 1 മണിക്ക്. ഇപ്പം പോകാനുള്ള സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മൂരാബുൾ. ആൻഡ് ഇവിടെ ഇങ്ങനെയാണ് സ്ട്രീറ്റ്സ് ഒക്കെ ഉള്ളത്. നല്ല രസമുള്ള കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഈ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് കഴിച്ച് ടെമ്മൂന്ന് മേടിച്ചാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സായിട്ട് എനിക്ക് തോന്നുന്നു. ബസ്സിലിപ്പോൾ കയറിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് ഹെയർ. ഉണ്ടോ അത്ര ഡിഫൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇവിടുത്തെ ബസ്സൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ലൈക്ക് ഇരിക്കാനും സുഖമാണ്. വേറെ പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കച്ചറയല്ല, അത്ര തിരക്കും ഉണ്ടാവില്ല. സോ ഇറ്റ്സ് വെരി വെരി ഗുഡ്. പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ഇവിടെ ബസ് അങ്ങനെ തോന്നി വരെ എല്ലാ സ്റ്റോപ്പിലും ആൾ കയറാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും നിർത്തൂല. നമുക്കിപ്പം നിർത്തണം എന്നുണ്ടെങ്കിലും ഇവിടെ ബസ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ആ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിർത്തും. അല്ലെങ്കിൽ ഇതിങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പോവുക. വെറുതെ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെ ആരും കയറാനും ഇറങ്ങാനും ഇല്ലെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആളെ കണ്ടു കഴിഞ്ഞാൽ നിർത്തും. അങ്ങനെയാണ് ഇവിടെ സാധാരണ ബസ് വർക്ക് ചെയ്യാറ്. ഗൈസ്, നമ്മുടെ ബസ്സിലൊരു സൂപ്പർമാൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇറങ്ങിപ്പോയി. അയ്യോ, കിട്ടുമോ ഇവിടെ? അതാ സൂപ്പർമാൻ, അതാ അവിടെ കാണുന്നുണ്ടോ ഗൈസ്? സോറി, സൂപ്പർമാൻ അല്ല, സ്പൈഡർമാൻ. ഒരു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ചാടി കളിക്കാറ്, ബസ്സിന്ന് ഓടി കളിക്കാറ്. എന്തായാലും കുട്ടികൾക്കൊന്നും അറിയണ്ടല്ലോ. നോ ടച്ച്, നോ വറീസ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ ഗൈസ്. ഈ കണ്ണട എന്തോ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ റിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് തന്ന കണ്ണടയാണിത്. സോറി, ഓവർ എക്സ്പ്രഷൻ ഇട്ട് കോളാക്കുന്നില്ല. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് നടക്കാം. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഈ സാധനം ഞെക്കണം. അപ്പോൾ വേണ്ട ചോപ്പാവും. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ പച്ചയാകുമ്പോൾ നമുക്ക് നടക്കാം. നമുക്ക് പോകാനുള്ള സ്ഥലം ഇതാ ഇവിടെ. ഞാനിപ്പോഴാണ് കാണുന്നത്. കണ്ടോ ഗൈസ്, ഇത് പച്ചയായപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങി. I am excited. Are you excited? അപ്പോൾ ഗൈസ്, നമുക്ക് ഹാർട്ട് ബീറ്റിനെ കാണാം. ഗൈസ്, ഇന്റർവ്യൂ കഴിഞ്ഞു. അടുത്ത ആഴ്ച മുതൽ ട്രെയിനിങ്ങിന് വരാനാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ വെറുതെ ഷോപ്പൊക്കെ ഒന്ന് കറങ്ങുകയാണ്. ആ ബാക്കിൽ നിൽക്കുന്ന മിസ്സസ് ഹാർപ്പീസാണ് നമ്മുടെ ഇന്റർവ്യൂ എടുത്തത്. ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ബുച്ചർ ഷോപ്പും ഉണ്ട്, അതായത് ഇറച്ചി വെട്ട്. ഓസ്ട്രേലിയ പിന്നെ ഏത് സൂപ്പർ മാർക്കറ്റ് പോയാലും ഇതുപോലെ ഹോട്ട് ഡോഗ്, ലാമ്പ്, ബീഫ്, എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാകും. മെക്ഡിയിൽ കയറി ഒരു ചെറിയ ബർഗർ കഴിക്കാൻ. ഇത്രയും സാധനം $7 കിട്ടി. $7 2 ബർഗറും ഒരു കൊക്കക്കോളയും ഒരു സോഫ്റ്റിയും കൂടി നല്ലൊരു ഡീലായിരുന്നു കേട്ടോ. മെക്ഡിയാണ് ഇവിടെ കുറച്ചുകൂടെ അഫോർഡബിൾ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ബസ് കയറി. ബർഗറൊക്കെ കഴിച്ചതല്ലേ, അപ്പൊ ലിപ്സ്റ്റിക് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലിപ് ബാം അല്ല ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തു. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ ഡ്രൈവേഴ്സുമായിട്ട് ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ്സ് ഉണ്ട്. അത് നല്ല രസമാട്ടോ, ഞാനും ചെയ്യാറുണ്ട്. ആൻഡ് അത് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഷോപ്പ് പോയി. അവിടെ അഫോർഡബിൾ ആയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കുറേ ഇഷ്ടപ്പെട്ടത് അങ്ങ് മേടിച്ചു. കഴിഞ്ഞാൽ 1 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള ബാങ്കിൽ പോയി ഇരുന്നില്ല. അതിന് മുമ്പ് കാല് നീട്ടാൻ തുടങ്ങി. ഞാൻ സേവിങ്സിന് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല മഴയാണ്. Look at this guys. Wow. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് റൂമിൽ പോവാണ് ഗൈസ്. ആൻഡ് ഇവിടെ കുറേ സീഗൾസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ ഇതുപോലത്തെ കുറേ എണ്ണം കാക്ക പോലെ ഇവിടെ ഫുൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഒന്നത് അവിടെ, ഒന്നത് അപ്പുറത്ത് പോയില്ല, 2 ഉണ്ട്. ആൻഡ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം.
ഇത് ബസ്സിന്റെ നമ്പറുകളാണ്, ഇവിടെ നമ്പറുകളാണ് മെയിൻ. സോ ഇത് കണ്ട മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, 22 ഇതുണ്ട്. ഇവിടെ മാത്രമല്ല ഇതിന്റെ അപ്പുറത്തും ഉണ്ട്. അതുപോലെ നമുക്ക് എപ്പോൾ വന്നാലും ഈ സാധനത്തിനനുസരിച്ച് കറക്റ്റ് ടൈമിൽ തന്നെ ബസ് വരികയും ചെയ്യും. വെറുതെ തോന്നിയ പോലെ ടൈം ടേബിൾ ഉണ്ടാക്കിക്കല്ല, ഇത് കറക്റ്റ് പക്കായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിലും അത്ഭുതം. ബസ് കയറാൻ നേരത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. രാഹുൽ ശ്രീനിവാസൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഫെബ്രുവരി ഇൻടേക്കിൽ ഇവിടെ വന്നതാണ്. പിന്നെ നമ്മൾ സ്ഥിരം ക്ലാസ്സിൽ കാണാൻ. ബസ്സിലെ ഡ്രൈവർ വളരെ നല്ലൊരാളായിരുന്നു. ആൻഡ് he smiled. Sorry guys, I'm just a girl. Oh my god, എന്ത് പൊരിഞ്ഞ മഴയാ. ഞാനിനി എവിടെ കയറി നിൽക്കും? എനിക്ക് ആ കോളേജിൽ അങ്ങ് പോയാൽ മതി. ഇനി മഴയ്ക്ക് നാളെ പനി വരുമോ ആർക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗായ്സ്. അടുത്ത ബ്ലോഗായിട്ട് കാണുമ്പോഴേക്കും this is Dilsa signing off. Bye.